ഏട്ടൻ എന്താ രണ്ടുപേരും കൂടെ? പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചേട്ടൻ എന്താ അങ്ങനെ സംസാരിക്കുന്നേ? ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ലേ? അതെപ്പോഴാ? ഒന്നുകൂടെ ഒന്ന് പറയോ? ഇത് കണ്ടോ അമ്മേ, ഏട്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഏട്ടൻ ഒരു നല്ല കാലം വരുമ്പോ ഞങ്ങളെ കാണുന്ന പോലും ഇഷ്ടമല്ല. ഇപ്പൊ എനിക്ക് എന്ത് നല്ല കാലം വന്നത്? ചേട്ടന്റെ കയ്യിൽ പണം വന്നിട്ട് ഞങ്ങൾ ഒരു ആവശ്യത്തിന് ചോദിച്ചപ്പോ 1 രൂപ പോലും ഇല്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്റെ കയ്യിൽ എവിടെന്നാ പണം? അമ്മേ, ആരാ അമ്മ ഇവരോട് ഇതൊക്കെ പറഞ്ഞേ? എന്തൊക്കെയാ അമ്മ അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എവിടെന്നാ പണം വന്നേ? അതല്ലടാ മോനെ, വസുധ ഇപ്പോഴും നിന്റെ ഭാര്യ തന്നെയാണല്ലോ. അതിന് അവളുടെ പേരിലുള്ള ആസ്തിയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ചേട്ടനത് പറഞ്ഞില്ലെങ്കിലും അമ്മ ഞങ്ങളോട് പറയുമല്ലോ. അമ്മ എന്തൊക്കെയാ അമ്മയെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നേ? വസുധയുടെ പേരിൽ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ എനിക്കെന്ത് കാര്യം? അത് അവക്ക് തന്നെ അനുഭവിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ അവിടെ ഷെയർ ചോദിച്ചു പോവും? എടാ മോനെ, അവൾ ഇപ്പോഴും നിന്റെ ഭാര്യ തന്നെയാണ്. അവൾക്ക് എന്തുണ്ടെങ്കിലും അത് നിനക്ക് കൂടെ ഉള്ളതാണ്. വെറുതെ നീ രജിതയും കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. അവളോ അവളുടെ അച്ഛനോ 5 പൈസയ്ക്ക് ഉപകാരത്തിന് ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതുകൊണ്ട് അവളോട് അവളുടെ അച്ഛൻ പറയുന്നത് കേട്ട് ആ ദീപുവിനെ കല്യാണം കഴിച്ച് അവന്റെ കൂടെ അങ്ങ് ജീവിക്കാൻ പറ. അമ്മേ, നീ എന്നോട് ബഹളം വെക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എടാ, എത്ര കാലമെന്ന് വെച്ചാ നീ ഇങ്ങനെ 2 വള്ളത്തിൽ കാലും വെച്ച് നിൽക്കുന്നേ? വസുധ എവിടെയാന്ന് പോലും അറിയില്ല, എന്നിട്ടാ ഈ പ്ലാൻ ചെയ്യുന്നേ? മോനെ, അത് നീ ആദ്യം അന്വേഷിക്കണം, എന്നിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ. ഉടനെ അവൾ ഇങ്ങോട്ട് വരുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങള്? ഇവിടെ ചില്ലറ ദ്രോഹങ്ങളൊന്നും അല്ല അവളോട് ചെയ്തത്. അവള് വരുന്നില്ലെങ്കിലേ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരണം. അത് നിന്റെ മകനല്ലേ, അവനെ കൊണ്ടുവരാൻ നിനക്ക് ആരുടെ സഹായം വേണ്ട. അവള് തന്നില്ലെങ്കിലോ? അവളുടെ അനുവാദം കാത്തു നിൽക്കാതെ കൊച്ചിനെ എടുത്ത് ഇങ്ങോട്ട് പോരണം. കൊച്ചു വന്നു കഴിഞ്ഞാ അവള് താനേ വരുമല്ലോ. കുഞ്ഞിനെ കിട്ടില്ല എന്ന് മനസ്സിലായ പിന്നെ അവൾ എങ്ങോട്ടും പോയില്ല. അതേടാ മോനെ, ഇനി അവൾക്ക് ആകെ ഉള്ളത് അവനല്ലേ. അതുകൊണ്ട് കുഞ്ഞിന് കോട്ടം തട്ടുന്നതൊന്നും അവള് ചെയ്യില്ല. ഓ, ഇതിനിപ്പോ അത്ര ആലോചിക്കാനൊന്നും ഇല്ലടാ. നീ എളുപ്പം അവളെ കണ്ടുപിടിക്കാൻ നോക്ക്. ബാക്കി എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞു തരാം. പറയുമ്പോ എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു. അല്ല, അപ്പൊ രജിത അവൾ അങ്ങ് പൊക്കോളൂ ഏട്ടാ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിയമപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ ഇപ്പൊ. ഇവിടെ കടിച്ചുവും കിടന്നിട്ട് കാര്യമില്ലാന്ന് അവക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏട്ടനൊന്ന് മനസ്സെറിഞ്ഞ് പ്രവർത്തിച്ചാ മാത്രം മതി. വസുധയങ്ങ് പോരും. അതെ ഏട്ടാ, വസുചേച്ചി വരുന്നതോടെ നമ്മുടെ കുടുംബത്തിന്റെ നിലയും വിലയും തന്നെ മാറും. ഏട്ടനറിയില്ലേ, എന്റെ വീടിന്റെ പണി ഇനിയും തീർന്നിട്ടില്ല. ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ഇവളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. മതി, നിങ്ങൾ ഇനി നിർബന്ധിക്കണ്ട, അവനറിയാം. ഇത്രയും കാലം അവൻ ചെയ്തതെല്ലാം കുടുംബത്തിന് വേണ്ടിയല്ലേ. ഇനി അവൻ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഏത് വഴിയാ പോലീസ് വരെ ആലോചിച്ച് ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അതിനിടയിലാ അടുത്ത കുരുക്കൊപ്പിച്ചോണ്ട് വരുന്നേ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, അമ്മ സംസാരിക്കാം. മോനെ സനീഷേ, ഒന്ന് നിന്നേടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നോക്കാം.
അമ്മേ, ദേ അച്ഛൻ വന്നു. അച്ഛാ, ഇതാ സച്ചുമൻ പറഞ്ഞ പാവ. താങ്ക് യു അങ്കിളേ. ഇതിനൊക്കെ ഒരുപാട് രൂപയായിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. ഇത്രയും വേണ്ടിയിരുന്നില്ല. അവന് ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ. ഇതാ മോളെ. ഈ പ്രായത്തിൽ അവർക്ക് ഇത്രയൊക്കെ വേണ്ടൂ. ഇപ്പോ അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് വിചാരിച്ച സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉണ്ടാവും. അത് ചെയ്തു കൊടുക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അതൊക്കെ എന്തിനാടോ വേണ്ടാന്ന് വെക്കുന്നേ. എടോ, താനാദ്യം തന്റെ ഈ കോംപ്ലക്സ് ഒന്ന് എടുത്തു കളായി. ഞാൻ അന്യനാണെന്ന് താൻ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം മനസാക്ഷിയെ പറഞ്ഞ് ബോധിപ്പിക്കുന്നതിന്റെ കുഴപ്പമാ ഇതൊക്കെ. താൻ അയിനുവിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാ ഞാൻ സച്ചൂട്ടനെ കാണുന്നത്. ഞാൻ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. ഭാഗ്യം. താൻ ഒരുപാടൊന്നും ആലോചിക്കണ്ട. അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടങ്ങ് വളർന്നോളൂ. ഇപ്പൊ തന്നെ ഒരുപാട് ക്ലാസ് മിസ്സായി. ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ നിർത്താൻ പറ്റുമോ? എടോ, അതൊന്നും കുഴപ്പമില്ല. താനും നാൻസി ഉണ്ടല്ലോ ഇവിടെ. പിന്നെ രാത്രി കുറച്ച് ട്യൂഷൻ കൂടെ കൊടുത്താൽ മതി, അതവർ കവർ ചെയ്തോളൂ. എങ്കിൽ പിന്നെ വേഗം തന്നെ നോക്കണം. ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, തൽക്കാലം അവിടെ മതിയെന്നാ വിചാരിക്കുന്നത്. ഞാനെന്നാ ഒരു കാപ്പി എടുക്കാം. ഉണ്ട്. എടാ, അത് അവള് തന്നെയല്ലേ? അതേടാ, അവള് തന്നെ. ഈ വിവരം വേഗം വിളിച്ചു പറ. ഹലോ സാർ, ഇവിടെ ഉണ്ട്. ഞങ്ങൾ വന്ന സ്ഥലത്ത് തന്നെ. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. അവിടെ നിന്ന് അവള് പോകരുത്, നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇല്ല സാർ, അവള് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അയാൾ ഇപ്പൊ വന്നതാണെന്ന് തോന്നുന്നു. അവിടെ അധികം ആളുകൾ താമസമുള്ള സ്ഥലമാണോ? അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല സാർ. എന്തോ ഒരു ഫാം പോലത്തെ സ്ഥലമാണ്. ശരി, നിങ്ങളെങ്ങും പോകരുത്. അവിടെ തന്നെ ഉണ്ടാവണം. അവളെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ എത്തിക്കോളാം. സാറ് വരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും സാർ. സാറ് പറഞ്ഞിട്ടേ പോവും. സാറ് വരുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാവണമെന്നാ പറഞ്ഞു. എന്നാ നമുക്ക് അങ്ങോട്ട് മാറി നിന്നാലോ? ഒരുപാട് ദൂരെ പോകണ്ട. അവര് പോകുന്നുണ്ടോ ഇല്ലയോ നോക്കണ്ടേ. എന്തായാലും നമ്മുടെ വണ്ടി സൈഡിലോട്ട് മാറ്റിയിടാം. നീ വാ. ശരി.
വേഗം കഴിക്ക്, വൈകി. രണ്ടാൾക്കും ഉറക്കൊന്നുമില്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ടമ്മേ. ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നു. രണ്ടുപേരും കള്ളത്തരം പഠിച്ചുപോയി. വേഗം കഴിച്ചിട്ടിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്താ പുറത്തൊരു ശബ്ദം? പുറത്താരും ഉണ്ടല്ലോ. വേണ്ട. അതാരാണെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് ജനല് തുറന്നാ മതി. ആരത്? എന്താ വേണ്ടത്? വാതില് തുറക്കണ്ട, അവര് നമ്മളെ ഉപദ്രവിക്കും. നമ്മളിപ്പോ എന്താ ചെയ്യാ? അച്ഛയനഗിരിയും വരുന്നുണ്ട്, പക്ഷെ എവിടെ എത്തിയെന്നറിയില്ല. വേഗം ഒന്ന് വിളിച്ചു നോക്ക്. വേറെ കുഴപ്പമൊന്നുമില്ല, പേടിക്കാതെ. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? അതെ, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എവിടെ എത്തി? പുറത്ത് ആരൊക്കെയോ വന്ന് വാതിൽ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വേഗം വാ, ഞങ്ങൾ അകത്ത് അടച്ചിരിക്കുക. പെട്ടെന്ന് വരണേ, അവരിപ്പോ എത്തൂന്ന് പറഞ്ഞു. മിണ്ടാതെ ശബ്ദം ഉണ്ടാക്കാതെ എന്റെ കൂടെ വന്നോണം. ആരെ നിൽക്കണ അവിടെ? ഒന്ന് തള്ളം ഞാൻ കനാലില് ആണിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഇവിടെ വാടി, കൂടെ വരാൻ നിന്നോട് വരാനല്ലേ പറഞ്ഞത്? വാടി ഇവിടെ, നിന്നോട് വരാനല്ലേ പറഞ്ഞേ? വാടി ഇവിടെ, ഇങ്ങോട്ട് വരാൻ. വാടി ഇവിടെ, നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? വാടി ഇവിടെ, ഇങ്ങോട്ട് വാടി. പോലീസ് ഓടിക്കോ. നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നിന്നെ ഞാൻ എടുത്തിരിക്കും. നിന്നെ നീ ഓർത്തു വെച്ചോ. വാർത്ത. റിസോർട്ടിൽ യുവതികളുടെ നേരെ അക്രമം. അക്രമികളായ യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. റിസോർട്ട് ഉടമയുടെയും അക്രമത്തിനിരയായ സ്ത്രീകളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. നഗരത്തിലെ ബേബി ഐനൂസ് റിസോർട്ടിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായ ഗിരിധരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബേബി ഐനൂസ് റിസോർട്ട്.
യുവാക്കൾ മദ്യലഹരിയിലായിരുന്നു. ആദ്യം അവിടെ കണ്ട സ്ത്രീകളോട് മോശം കമന്റ് പറയുകയായിരുന്നു യുവാക്കൾ ചെയ്തത്. അതിനെ എതിർത്ത റിസോർട്ട് ജീവനക്കാരെ യുവാക്കൾ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീടാണ് അവർ യുവതികളുടെ നേരെ ലൈംഗിക അതിക്രമത്തിന് മുതിർന്നത്. സ്ഥാപന ഉടമ ഗിരിധർ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തുകയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീകളും പരാതി നൽകിയിട്ടുണ്ട്. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്. കനത്ത മഴയിലും തീർത്ഥാടക പ്രവാഹം. രജിതേ, 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 ഒന്ന് വേഗം വന്നേ. എന്തിനാ ഇങ്ങനെ കിടന്ന് തൊണ്ട കയറി വിളിക്കുന്നേ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. നിനക്കൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ രജിതേ? ഇത്രയൊക്കെ മര്യാദ എന്റെ കയ്യിലുള്ളൂ എന്ന് കരുതിയാ മതി. ഇല്ലാത്ത സാധനം ഞാനിപ്പോ എവിടെ നിന്ന് കൊണ്ടുവരാനാ? നിന്റെ നാക്കിന് നീളത്തിൽ കൂടുന്നുണ്ട്. നീ എന്തിനാ എപ്പോഴിങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റൂ. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ സഹിച്ചാ മതി. അല്ലാതെ പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അടുക്കളയിൽ പിടിപ്പത്ത് ജോലിയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫോണും കുത്തിക്കൊണ്ടിരുന്നാ മതിയല്ലോ. സമയത്തിന് അണ്ണാക്കിലേക്ക് ഉരുട്ടി തരാനും ഉണ്ടാക്കി തരാനും ഇവിടെ വേലക്കാരിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, അതൊക്കെ നിന്റെ പണിയല്ലേ? ഇനി അടുക്കള പണി ഞാൻ കൂടെ ചെയ്യണോ? അയ്യോ വേണ്ട പൊന്നെ, ചെയ്തു തന്നിടത്തോളം മതി. രാജാവ് ഇവിടെ വിസ്തരിച്ചിരുന്ന് മൊബൈലിൽ വീഡിയോ കാണുകയോ ചാറ്റ് ചെയ്യോ ഗെയിം കളിക്കുകയോ എന്താന്ന് വെച്ചാ ആയിക്കോ. സമയാവുമ്പോ കൈ കഴുകി തീൻമേശയിലേക്ക് എഴുന്നള്ളിയാ മാത്രം മതി. ഉരുട്ടി വിഴുങ്ങാനുള്ളത് ഈ ഉള്ളവൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വെച്ചോളാം. അതിനിടയില് ഓരോ ആവശ്യങ്ങൾ ചോദിച്ചോണ്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കാതിരുന്നാൽ മാത്രം മതി. ഞാൻ നിന്റെ ഭംഗി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വിളിച്ചതല്ല. പിന്നെ ഈ വാർത്ത ഒന്ന് കണ്ടുനോക്ക്. റിസോർട്ടിൽ യുവതികളുടെ നേരെ അക്രമം. അക്രമികളായ യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. റിസോർട്ട് ഉടമയുടെയും അക്രമത്തിനിരയായ സ്ത്രീകളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. നഗരത്തിലെ ബേബി ഐനൂസ് റിസോർട്ടിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായ ഗിരിധറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബേബി ഐനൂസ് റിസോർട്ട്. യുവാക്കൾ മദ്യലഹരിയിലായിരുന്നു. ആദ്യം അവിടെ കണ്ട സ്ത്രീകളോട് മോശം കമന്റ് പറയുകയായിരുന്നു യുവാക്കൾ ചെയ്തത്. സ്ഥാപന ഉടമ ഗിരിധർ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തുകയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീകളും പരാതി നൽകിയിട്ടുണ്ട്. ഒരു യുവതിയും കുഞ്ഞും അക്രമത്തിന് ഇരയായി എന്ന് പറയുന്നില്ലേ? ഗിരിധറിന്റെ റിസോർട്ടാ അത്. ആ യുവതി വസുധയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് അവള് തന്നെ ആവാനാ സാധ്യത. മക്കളെയും കൊണ്ട് ജീവിക്കുവാനായി ഓടിയൊളിച്ച വസുധയുടെ പിറകെ കൂടിയ ചെന്നായ്ക്കളിൽ നിന്നും മോചനം നേടാൻ ഉറച്ച് തിരിഞ്ഞു നിന്ന് പൊരുതുവാൻ തീരുമാനിക്കുന്ന വസുധ. ഞാൻ അഡ്വക്കേറ്റിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞ് അമ്മയുടെ കൂടെ തന്നെയാണല്ലോ വേണ്ടത്. നിയമവും അതിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കെന്തായാലും വേണ്ടത് ചെയ്യാം. പണത്തിനു മേൽ പരുന്തും പറക്കാത്ത ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ച കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ. ആരോരും ഇല്ലാത്ത വസുധയ്ക്കുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് വസുധയുടെ 2 മക്കൾ മാത്രമാണ്. അച്ഛനും അമ്മയും മരിച്ച വകയിൽ കിട്ടിയ പൈസയും സനീഷ് കൈക്കലാക്കി. സനീഷ് ആ പൈസ തിരിച്ചു കൊടുത്താൽ തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്നാണ് വസുധ പറഞ്ഞിരിക്കുന്നത്. സനീഷ് ആ പൈസ വസുധയ്ക്ക് തിരിച്ചു കൊടുക്കുമോ? കൊടുത്താൽ തന്നെ വസുധ അത് വാങ്ങിക്കണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.